ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു സാറ്റർഡേ മോർണിംഗ് റൊട്ടീനാണ്. അപ്പോൾ ഞാനിപ്പോൾ എഴുന്നേറ്റ് വന്നിട്ടുള്ളൂ. കുറേ അധികം പാത്രങ്ങൾ കഴുകാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ അജുക്കൊക്കെ നൈറ്റ് ഡ്യൂട്ടിയാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ഉപ്പുമാവ് ഇപ്പോൾ പുള്ളിക്ക് കഴിക്കാനും പിന്നെ എനിക്കും കഴിക്കാനുള്ള ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാൻ പോവാണ്. നമുക്ക് നോക്കാം. മോർണിംഗ് റുട്ടീൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാ റുട്ടീൻസൊന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഈ പോകുന്നത് ഞാൻ എൻ്റെ പുതിയ ഹെഡ്ഫോൺ എടുക്കാനാണ്. ഇത് കേട്ട് ഇത് വെച്ച് പാട്ടൊക്കെ കേട്ടിട്ട് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചേ. പക്ഷേ അതിന് ചാർജില്ലടോ, ചാർജില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ആ ഒരു മോഹം മാറ്റി വെച്ചു. പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. അപ്പം ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വെജിറ്റബിൾസ് നോക്കിയപ്പോൾ ആകെപ്പാടെ രണ്ട് തക്കാളി മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് സവാള, കുറച്ച് പച്ചമുളക്. ഓക്കെ, ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് തന്നെ വിചാരിച്ചു. കാരണം വേറെ സംഭവങ്ങളൊക്കെ തീർന്നിരിക്കുകയാണ്. അപ്പം ഈ ഉപ്പുമാവിൻ്റെ കഥ പറയുകയാണെങ്കിൽ ഞാൻ ഈ റീസെൻ്റ്ലി ആണ് കേട്ടോ ഉപ്പുമാവ് ഉണ്ടാക്കി. റീസെൻ്റ്ലി എന്ന് വെച്ചാൽ ഈ ഒരാഴ്ച 2 ദിവസം മുന്നെയാണ് ഞാൻ ആദ്യമായിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയത്. ആദ്യത്തെ എനിക്ക് ഓക്കെ ആയിരുന്നു, നമുക്കറിയില്ലല്ലോ അതിൻ്റെ കാര്യങ്ങളൊന്നും. പിന്നെ ഞാൻ രണ്ടാമത്തെ ദിവസം ഉണ്ടാക്കിയപ്പം ഞാൻ ഒരു വീഡിയോ കണ്ടു. അതായത് എനിക്ക് ഈ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സംശയം എന്തിനാണെന്ന് അറിയോ, എത്ര പോരം വെള്ളം ഒഴിക്കണമെന്ന് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ ഞാൻ ആ വീഡിയോ നോക്കിയപ്പം അവർ പറയണത് ഇപ്പോൾ ഒരു ഗ്ലാസ് റവ എടുക്കുകയാണെങ്കിൽ 1 ഗ്ലാസ് തന്നെ വെള്ളം എടുത്ത് പിന്നെ ഒരു 2-3 സ്പൂൺ കൂടി വെള്ളം കൂടി എക്സ്ട്രാ ആഡ് ചെയ്താൽ മതി എന്ന് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ നല്ല രസമായി. അതായത് എനിക്കിങ്ങനെ ഒരുപാട് കുഴയുന്നത് ഇഷ്ടമല്ല, മറ്റേ ഒന്ന് ഡ്രൈ ആയി കിട്ടണം, അങ്ങനെയാണ് എൻ്റെ ഇഷ്ടം. അപ്പോൾ ഞാൻ അതേപോലെ ഉണ്ടാക്കിയപ്പോൾ നല്ല സെറ്റായി കിട്ടിയിട്ട്. അപ്പോൾ രണ്ടാമത് ഉണ്ടായത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ കുറേ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിട്ടോ. അപ്പോൾ അതേപോലെ ഇന്ന് ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ വെജിറ്റബിൾസൊക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ ഞാൻ ഉള്ളത് കൊണ്ട് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി സവാളയൊക്കെ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ 2 മുട്ട കൂടി പുഴുങ്ങാൻ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഈ റീസെൻ്റ്ലി ആണ് ഇപ്പോൾ ബാംഗ്ലൂർക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഹസ്ബൻഡ് കുറേ നാളായിട്ട് ഇവിടെ തന്നെയായിരുന്നു. ഒരു 3-4 ഇയർ ആയിട്ട്. ഞാൻ 2 വർഷം ഇവിടെയായിരുന്നു. പിന്നെ ലാസ്റ്റ് 1 ഇയർ ഞാൻ നാട്ടിൽ കൊച്ചിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഈ 2 ആഴ്ച മുന്നേ ആണ് ഇങ്ങോട്ട് എനിക്ക് പുതിയ ജോബ് കിട്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണേ കേട്ടോ. അപ്പം ഞാൻ കഴിഞ്ഞ 1 വർഷത്തോളം ഞാൻ കുക്ക് ചെയ്തിട്ടില്ല അധികം. കാരണം എനിക്ക് ഓഫീസിൽ നിന്ന് ഫുഡ് കിട്ടുമായിരുന്നു, അവർ പ്രൊവൈഡ് ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ വീണ്ടും ഞാൻ എൻ്റെ കുക്കിങ്ങൊക്കെ ഇവിടെ വന്നിട്ടാണ് റീസ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റേതായ കുറേ പോരായ്മകളൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം 1 വർഷത്തോളം നമ്മൾ കുക്ക് ചെയ്യാതിരുന്നിട്ടേ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കറക്റ്റ് 1 ഗ്ലാസ് റവ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു തമാശ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാവും തക്കാളി ആരെങ്കിലും ഉപ്പുമാവിൽ ഇടുമെന്ന്. എനിക്കറിയില്ലായിരുന്നിട്ട്. നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ഇടുമെന്നുള്ള കൂട്ടത്തിൽ ഇട്ടതാണ്. കാരണം അത് വെറുതെ പച്ചക്കറികളൊന്നും ഇല്ലാതെ ഒരു കളറും ഇല്ലാതെ കാണുമ്പോൾ ഒരു രസമില്ലല്ലോ. സോ അതുകൊണ്ടാണ് ഞാൻ തക്കാളി റെഡ് കളർ കാണുമല്ലോ. പിന്നെ അതുപോലെ ഞാൻ എപ്പോഴും മഞ്ഞപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. എനിക്ക് ആ ഒരു കളർ ഉണ്ടെങ്കിൽ നല്ല ഒരു ഭയങ്കര ഒരു രസത്തിലും ഒരു കാണാനൊക്കെ ഒരു ചൊർക്കില്ലേ, അങ്ങനെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുട്ട ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ അജുക്കാക്കുള്ളത് സെറ്റാക്കി വെച്ചിട്ട് ബാക്കി ഞാനിരുന്ന് കഴിക്കുന്നതാണ് കേട്ടോ. കൂടുതൽ വീഡിയോകൾ എടുക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ ചില സാഹചര്യങ്ങൾ മൂലം എടുക്കാൻ പറ്റിയില്ല. ഇനി എന്തായാലും ലോങ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം കേട്ടോ. ബൈ.